ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ കപ്പാളത്തി. അതെ, നമ്മുടെ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. കഥയുടെ പേര് കാട്ടാളത്തി. പേര് കപ്പാളത്തി. ഒരിക്കൽ കൂടെ പറയാം, കപ്പാളത്തി. പ്രസിദ്ധമായ കോലത്തുനാട്. അവിടെ കപ്പാളത്തി കുടിലിന് മുൻപിൽ ഒരാൾക്കൂട്ടം. അവർ ആടി പാടി രസിക്കുകയാണ്, ഉല്ലസിക്കുകയാണ്. അതെ, ഐശ്വര്യപൂർണമായ ജീവിതത്തിന്, ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് ഇത്തരം കൂട്ടായ്മയുടെ കഴിവെന്ന് അവർ വിശ്വസിക്കുന്നു. നമ്മുടെ ശ്യാമളന്റെ മോന്റെ മംഗലത്തിന് മരിച്ച പോയിന് മോന്റെ മോനോട് ഫോട്ടോഎടുത്ത് പറഞ്ഞിട്ടെന്താ ഓർക്ക് അന്നേരം ഒപ്പന പഠിച്ചാന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മളിപ്പോ ഈ 83 വിളിച്ച് പറഞ്ഞില്ലേ ഇവർ ഒരുമിച്ച് പഠിച്ചാന്നല്ല മനസ്സിലായത്. നമ്മുടെ ഉള്ളിൽ തുടങ്ങിക്കിടക്കുന്ന കലാവാസനകളെ നിർത്തിയത് ഈ കൂട്ടായ്മയല്ലേ.
കൊലക്ക് നാട്ടിൽ കപ്പാടത്തിൽ ദൈവമാണ്. അവരുടെ വാക്ക് ശക്തി പകരുന്ന മന്ത്രം. അവരുടെ വാക്ക് ധിക്കരിച്ചാൽ ജീവിതം ദുരിതപൂർണ്ണമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതിനാ പറയാ അന്ധവിശ്വാസങ്ങൾ എന്ന് മാത്രം അറിയാം. ഇത് ഒരു പഴയ കഥയല്ലേ ആശാത്തി? കഥ കാട്ടുമുമ്പിന് രണ്ട് ഭാര്യമാരുണ്ട്. മൂത്തയാൾക്ക് അരിവേലും ഇളയാൾക്ക് മൂവരും കുട്ടികളുണ്ട്. കാട്ടുമുപ്പൻ തന്റെ മക്കളെയെല്ലാം ഒരുപോലെ വളർത്തി. സുന്ദരിയാണ്. ഓ എന്നെ പോലെ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. നിന്നെ കണ്ടാല് ഇവിടെ കണ്ടാല് ശരിക്കും ഒരു ശുനകനെ പോലെ സന്തോഷത്തോടെ കഴിയുകയാണ്. കാട്ടുജോലിയിൽ നീരാടി കാട്ടുപൂക്കൾ മുടിയിലണിഞ്ഞ് കായ്കനികൾ രുചിച്ച് അവർ ഉല്ലാസത്തോടെ നാളുകൾ കടന്നുപോയി. അതിനെവിടെ ആശാത്തി ഇപ്പൊ കാടും നാടും ഒക്കെ നശിപ്പിച്ചില്ലേ? നമ്മളെ കുട്ടിക്കാലത്ത് പറമ്പിൽ നിന്ന് അണ്ണാറക്കണ്ണനെ വിളിച്ച് പാട്ടുപാടിയും പൂമ്പാറ്റെ പിടിക്കാൻ ഓടുന്നതും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അണ്ണാറക്കണ്ണന്റെ വാലിൽ പിടിച്ചോണ്ട് ചക്കര മാവിൽ മുകളിലെത്താം. താളത്തിൽ പാടി കുഞ്ഞിക്കുരുവിയോടൊത്തു കളിക്കാം. കുഞ്ഞിക്കുരുവിയോടൊത്തു കളിക്കാം. അണ്ണാറക്കണ്ണന്റെ വാലിൽ പിടിച്ചോണ്ട് ചക്കര മാവിൽ മുകളിലെത്താം. താളത്തിൽ പാടി കുഞ്ഞിക്കുരുവിയോടൊത്തു കളിക്കാം. കുഞ്ഞിക്കുരുവിയോടൊത്തു കളിക്കാം. കുറേ സമയം ആടും പാടിയിട്ട് ഇവിടെ വന്നിരിക്കേ. ഇതല്ലേ ഒരു പഴയ കഥയാ. കഥ പഴയതാണെങ്കിലും ഇവർ പറഞ്ഞത് ശരിയാണ്. അശാസ്ത്രീയമായ വികസനത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? കുന്നും മലകളും നശിപ്പിക്കുന്നു, വയലുകൾ നികത്തുന്നു, ജലാശയങ്ങൾ മലിനമാക്കുന്നു.
വഴക്ക് എല്ലാവറ്റിനും കേൾക്കരുത്. അവർ പ്രാർത്ഥിച്ചു. അവരുടെ ചെയ്തികളോട് പ്രതികരിക്കാൻ നമുക്ക് കഴിയും. കപ്പാടത്തിലെ ഏതാണെന്നും സാധിച്ചു കൊടുക്കാൻ അങ്ങളമാർ മത്സരിക്കും. ഒരിക്കൽ കുളി കഴിഞ്ഞ് ഓടിയെടുത്ത് കുളിതോടി മുന്നിൽ നോക്കി നിന്നപ്പോൾ കപ്പാടത്തിൽ കൊടുത്ത് മോഹം. ഞാൻ പറയൂല. കാവേരി അമ്മയുടെ ഒട്ടുവിളക്ക് ഉത്സവം ഗംഭീരമാണ്. ആറാട്ട് കുളിച്ച് ആതിരവിളക്ക് കണ്ട് തൊഴണം. കണ്ടപ്പോൾ കപ്പടത്തിൽ തോന്നിക്കും കൂടെ പോകാൻ പോവുകയാണ്. അവൾ ചോദിച്ചു, അങ്ങളമാരെ ഞാൻ വരട്ടെ ആറാട്ടുവിളക്കിന്? അങ്ങളമാരുടെ ദോഷം ഒന്നും മിണ്ടിയില്ല. പിന്നെ വീണ്ടും ചോദിച്ചു, ഞാൻ വരട്ടെ ആറാട്ടുവിളക്കിന്? അവൾ വന്നത് ദേഷ്യം എങ്കിലും അവർ മെല്ലെ അവളോട് പറഞ്ഞു, മോളെ അങ്ങളെ ഞങ്ങൾ ഒരു വഴക്ക് പോയാലേ കാണുന്ന ആരോരെ പറഞ്ഞു ചിരിക്കും. ഈ അസത്തിനെ കൊണ്ട് ഞാൻ തോന്നി. എടോ, ഒരു പറ്റിയെന്നല്ല പറഞ്ഞത്, ഒരു വഴിക്ക് പോയാൽ ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലാകാൻ എന്റെ
ആങ്ങളമാരും പെങ്ങന്മാരും ആറാട്ടുണ്ടാക്കിയതിന് വേണ്ടി പോവുകയാണ്. മുമ്പോട്ട് പെരുവഴിയിൽ എത്തിയപ്പോൾ കുടുംബക്കപ്പാട്ടിക്ക് വഴി പിഴച്ചു. ആരെയും കാണുന്നില്ലല്ലോ. എന്റെ പൊന്നാമ്മമാരുടെ, എന്റെ മുന്നണിമാരെ, അവരെവിടെ? അവൾ ഒരു ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആരെയും കാണുന്നില്ല. എന്നാലും അവർക്കൊന്ന് മിസ് കോൾ ചെയ്യാമായിരുന്നു. ഫോണില്ലാത്ത കാര്യം മറന്നുപോയോ? അവള് ഒരുപാട് നേരം അവരെ അന്വേഷിച്ചു. ആരൊക്കെ ഫോണില്ലാത്തത്? ഫോണില്ലാത്ത ആളായില്ല. ആ ശത്രുക്കളാ. കപ്പാടത്തി ഒരു ദൂരം അവളുടെ ആണമാരെയും കുഞ്ഞന്മാരെയും അന്വേഷിച്ചു. അവരെ കണ്ടെത്തിയില്ല. ഒടുവിൽ അവൾ ചുറ്റും നോക്കി. വിജനമായ വഴികൾ മാത്രം നീണ്ടു കിടക്കുന്നു. കുന്നും മലകളും കയറിയിറങ്ങി അവൾ ആകെ തളർന്നു. ക്ഷീണമായി. വല്ലാത്ത ദാഹം. ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അവൾ ആ വൃക്ഷത്തിന്റെ ചുവട്ടിലുള്ള പാറമേൽ ഇരുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല. ആണന്മാരോട് വാശി കാണിക്കേണ്ടിയിരുന്നില്ല. അവൾക്ക് കുറ്റബോധം തോന്നി. തളർച്ച അവളെ വെളിപ്പെടുത്തിയപ്പോൾ പാറക്കല്ലിൽ കണ്ണൻ ചിമ്മി അവൾ ചാടിയിരുന്നു. ഒരു കുളിർ കാറ്റ് അവളെ തല്ലി തലോടി കടന്നുപോയി. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് അവൾ ഞെട്ടി ഉണർന്നു. ആരാണയാൾ? ആരാ? തടിച്ചിട്ടുണ്ട, കറുത്തിട്ടുണ്ട, മാവില. ആരാ? മാവില തുറിച്ചു നോക്കിയതല്ലാതെ ഒന്നും വേണ്ടിയില്ല. അവൾ പറഞ്ഞു, വഴി തെറ്റിയതാ. കുന്നും മലകളും കയറി ഇറങ്ങി ആകെ തളർന്നു. വല്ലാത്ത ദാഹം. ഇച്ചിരി കൂടിയത് കിട്ടിയിരുന്നെങ്കിൽ. ആരെന്നാണോ ഈ മിനറൽ വാട്ടർ എന്ന് പറഞ്ഞത്? ഓ, അങ്ങനെ. കപ്പാടത്തിൽ പറഞ്ഞത് കേട്ട് മാവില അവൾക്ക് വേണ്ടുവോളം ദാഹജലം നൽകി. പെണ്ണ് അവൻ പറഞ്ഞു. ഓ, നല്ല ശുദ്ധജലം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? കപ്പാടത്തേക്ക് മാവില വേണ്ടുവോളം ദാഹജലം നൽകി. അവളുടെ ദാഹം അകറ്റി. മാവില അങ്ങനെ കപ്പാടത്തിയോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ അടുപ്പം തോന്നി. കപ്പാടത്തേക്ക് തിരിച്ചു. തമ്മിൽ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അവർ രണ്ടുപേരും മാവിലായും കപ്പാടത്തിലും മാവിലായുടെ കൂടെ താമസമായി. അമ്മോപ്പ, ആർക്കറിയാം അവിടെ വല്ല ഒളിക്യാമറ കൊണ്ടുവന്നത്? കാതിലായെന്താ? അല്ലേ, ആ ശരീരത്തിലൊക്കെ അങ്ങനെ ഇല്ലേ? അവർ കാട്ടിലെ താമസിക്കുന്നത് രണ്ടാമാറും. അതെ, ഇവര് പറഞ്ഞത് ഒളിക്യാമറകൾ പലയിടത്തും ഇപ്പോൾ കാണുന്നുണ്ട്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം ആധുനിക സാങ്കേതിക വിദ്യകൾ നമ്മൾ ശ്രദ്ധിച്ചുപയോഗിക്കണം. അശാന്തി, ഇതൊന്നും പറഞ്ഞ് എന്നെ പഠിപ്പിക്കലേ. എനിക്കും എന്റെ തൊട്ടിയാണ് നല്ലത്. അശാന്തി കഥ പറഞ്ഞേ. നമ്മളെ കല്യാണത്തി നാളെ പറയാം. ഓരോ വീട്ടില് ഇന്റർനെറ്റും നമുക്ക് എന്തൊക്കെയോ ഉണ്ട്. ഓരോ പെണ്ണിന് ഇതെല്ലാം അറിയാവൂ. ചെക്കനാണെങ്കിൽ പിന്നെ അറിഞ്ഞൂടാതെ ഒരു കുതിരാണ്ട് ഒന്നിയാണ്. ഓര് പറയുന്നത് ഓർക്കിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാന്നാ. ഓളോ? ഓള് പഠിപ്പിച്ച് കേൾക്കുന്നത് ഇല്ലാനാ.
രണ്ടു തവണ വയനാട്ടിൽ പോയപ്പോൾ ഇടയ്ക്കൽ ഗുഹയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയില്ലേ? നോക്കിയിട്ടില്ലെന്നോ? രണ്ട് പാറയുടെ ഇടയിലുള്ള വിടവിൽ കൂടെ ഇന്ന് ഞാൻ ഈ അസത്തിനെ താഴെ കുത്തിയിലെ നോക്കിയതാ. ഇപ്പോഴും അതെ, ആ വിടവ് പോലെ അഗാധമായ വിടവ് നൂതന സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുണ്ട്. ഒറ്റ പരിഹാരമേ ഉള്ളൂ. കാര്യം മനസ്സിലാക്കി ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. കപ്പളത്തിയും മാവിലായും പ്രണയബദ്ധനായി ഇണക്കുരുവികളെ പോലെ കാട്ടിൽ അവരുടെ കൊച്ചു കുതിരയിൽ സന്തോഷത്തോടെ കഴിയുകയാണ്. ഒടുവിൽ കാതോട് കാതുകൾ തകർന്ന ആ വാർത്ത പാമ്പളമാരുടെ ചെവിയിൽ വെട്ടി. നമ്മുടെ കാട്ടിൽ ഒരു കാവിലാൻ സുന്ദരി പോലെ കൂടെ പറഞ്ഞിരിക്കുന്നു. പോരാത്തതിന് അവൾ ഗർഭിണിയാണ്. അഞ്ചാങ്ങളമാരും ഒറ്റക്കെട്ടായി മുന്നിലേക്ക് പുറപ്പെട്ടു. അവർ മാവിലാന്റെ കുടിയിൽ നോക്കി. നീ പുറത്തു വാ. പാവ പെണ്ണ് ആങ്ങളമാരുടെ അട്ടഹാസം കേട്ട് പുറത്തേക്ക് നോക്കി വിളിച്ചു. എന്റെ പൊന്നാങ്ങളമാരെ, എന്റെ പൊന്നാങ്ങളമാരെ. അപ്പോഴേക്കും ആങ്ങളമാർ അവൻ ലക്ഷ്യമാക്കി എഴുതിയിരുന്നു. അതിന് ചാമ്പുളി പോലെ അവരുടെ കഴുത്തിലാക്കി കരച്ചു. ചോര പൊടിച്ചു. കഴുത്തിൽ കരം ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പാവം പെണ്ണ് ദയനീയമായി ഒരിക്കൽ കൂടി വിളിച്ചു. എന്റെ പൊന്നാങ്ങളമാരെ, എന്റെ പൊന്നാങ്ങളമാരെ. ആ പെണ്ണ് ആങ്ങളമാരുടെ മുന്നിലേക്ക് മരിച്ചു വീണു. എന്നിട്ടും ആങ്ങളമാരുടെ കോപം അടങ്ങിയില്ല. അവർ അവളുടെ ജഡം പടർന്നു. അഗ്നിജ്വാലകൾ മുകളിലേക്ക് ഉയർന്നു. ചാരവും പുകയും തൊട്ടറിഞ്ഞു. പാറക്കെട്ടുകളുടെ മുകളിൽ ഇടിമുഴക്കം ഉയർന്നു. കീഴ്ചാടുകാർ ചുറ്റും കൂടി. അവർ നോക്കി നിൽക്കെ അഗ്നിജ്വാലകളുടെ മുകളിൽ അവരുടെ ആരാധനാമൂർത്തി ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ടതായി അവർ കണ്ടു. സവർണന്റെ കൈയാൽ രക്തസാക്ഷിത്വം നൽകേണ്ടതാണ്. സവർണ വലിയുടെ കഥ ഇവിടെ പൂർണ്ണമാണ്.
ഏത് ചടങ്ങാനുള്ളതല്ലെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഏത് പ്രതിബന്ധത്തെയും തട്ടിമാറ്റാത്ത കരുത്ത് ഇന്ന് സ്ത്രീകൾക്ക്. വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തിന്റെ ഈ മാറ്റത്തിന് പിന്നിൽ ഒരുപാട് ത്യാഗത്തിന്റെയും പോരാട്ടങ്ങളുടെയും കഥയുണ്ട്. Thank you.
എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. തമിഴ്നാട്ടിലും നിലനിന്നിരുന്ന ഒരു പുരാതന നൃത്ത കഥാകഥന രൂപമാണ് വിൽപ്പാട്ട് അല്ലെങ്കിൽ വില്ലടിച്ചാൽ പാട്ട്. ഇത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ട എല്ലാ സഹായവും ചെയ്യുന്നത് ഈ കപ്പാലത്തി എന്ന വിൽപ്പാട്ട് എഴുതിയിട്ടുള്ള വിനോദ് കണ്ണാടിപ്പാട്. അദ്ദേഹം തന്നെയാണ് നമുക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നത്. അദ്ദേഹത്തിനെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊള്ളു. ഇതിനാവശ്യമായ ഗാനങ്ങൾ എഴുതിയത് നമ്മുടെ സഹപാഠിയായ രാജനാണ്. അത് ചിട്ടപ്പെടുത്തിയത് നമ്മുടെ പുഷ്പവല്ലിയുടെ മകൻ ശ്രീ വിനീഷും പ്രത്യൂഷ് ജലനിർമ്മാണം. അവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിച്ചു കൊടുത്തു. ഇവിടെ ഈ കലാരൂപം അവതരിപ്പിച്ചവരെ പരിചയപ്പെടുത്താതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇതിലെ പ്രധാന കഥ അവതരിപ്പിച്ചത് നമ്മുടെ പ്രിയ ചങ്ങാതി സുജയാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ കഥാപ്രസംഗ വേദിയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് നമ്മുടെ പ്രിയ ചങ്ങാതി സുജയ. പിന്നെ ഇതിലെ രാജ്ഞിയായി അവതരിച്ചത് ഞാൻ തന്നെയാണ്. ഞാൻ എൻ്റെ പേര് ജീന. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട അതായത് രണ്ട് കോമാളി വേഷം ധരിച്ചിരിക്കുന്നത് സതിയും രോഹിണിയുമാണ്. സതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ നമ്മുടെ പരിപാടി സ്കിറ്റ് അവതരണത്തിൽ അവാർഡ് വരെ കിട്ടിയ ആളാണ്. മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയ ആളാണ് സതി. പിന്നെ രോഹിണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രസീതയാണ് ഈ കോമാളി വേഷത്തിന് ആദ്യം തയ്യാറായി വന്നത്. പക്ഷെ അവർക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇത് പഠിച്ച് ഇവിടെ അവതരിപ്പിച്ചതിന് രോഹിണിക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ഗാനകോകിലങ്ങളായ നേത്രാവതി, പുഷ്പ, ലസി, പ്രദീപ്, സുധീർ, പിന്നെ തബല സുധീർ തന്നെയാണ്. നമ്മുടെ പ്രിയ ചങ്ങാതി സുധീർ തന്നെയാണ്. ഹാർമോണിയം കുഞ്ഞിക്കണ്ണൻ ചൊപ്പി. എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. കൂടാതെ നമ്മുടെ ദേവിയായ വേഷപ്പകർന്നിരിക്കുന്നത് നമ്മുടെ പ്രിയ ചങ്ങാതിയായ പുഷ്പവല്ലിയാണ്. അപ്പൊ തീർത്തും അപരിചിതമായ ഈ കലാരൂപം ഇവിടെ അവതരിപ്പിക്കാൻ നമുക്ക് അവസരം തന്ന എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ 83 ബാച്ചിന്റെ ഗാനം ആലപിക്കാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളു. നമുക്ക് എല്ലാവരും കൂടി ആ ഗാനം ഒന്ന് അവതരിപ്പിക്കാം. Amen.